ഉൾപ്പെടെയുള്ള വഖഫ് ഭൂമി അവകാശവാദത്തിന്റെ പേരിലുള്ള തർക്കം ഗൗരവകരമെന്ന് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജു. കേരളത്തിലെ ക്രൈസ്തവ സഭാ നേതാക്കൾ മുൻപത്തെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയത്തെക്കുറിച്ച് കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ സമൂഹങ്ങളിൽ ഉൾപ്പെട്ട ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണിത്. സർക്കാർ ഇക്കാര്യത്തിൽ ജനങ്ങളുടെ ആകുലതകളും ആവശ്യങ്ങളും മനസ്സിലാക്കി ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. CBCIയും KCBCയും സീറോ മലബാർ സഭ, പബ്ലിക് അഫയേഴ്സ് കമ്മീഷനും കേന്ദ്ര സർക്കാരിനും ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിക്കും മുൻപിൽ വഖഫ് അവകാശവാദം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി നിവേദനങ്ങൾ നൽകിയിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. വഖഫ് ഭേദഗതി ബിൽ പരിശോധിക്കുന്ന JPCക്ക് മുന്നിൽ ഹാജരായി അഭിപ്രായം പറയാൻ കേരള സംസ്ഥാന സർക്കാരിന് പ്രത്യേക സമയം അനുവദിക്കുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി V. അബ്ദുറഹിമാനുമായി ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഉറപ്പു നൽകിയത്. മറ്റ് സംസ്ഥാന സർക്കാരുകളെ JPC ക്ഷണിച്ചുവെങ്കിലും കേരളത്തിന് അറിയിപ്പുണ്ടായിരുന്നില്ല. പകരം വഖഫ് ബോർഡിനെയാണ് ക്ഷണിച്ചത്. സംസ്ഥാന വഖഫ് വകുപ്പും വഖഫ് ബോർഡും സംഘടിപ്പിച്ച ശില്പശാലയിൽ ഉയർന്നു വന്ന അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് തയ്യാറാക്കിയ നിവേദനത്തിന്റെ പകർപ്പും അബ്ദുറഹിമാൻ റിജിജുവിന് കൈമാറി. ന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾക്ക് വിരുദ്ധമായ ബിൽ പിൻവലിക്കണമെന്നാണ് നിവേദനത്തിലുള്ളത്. ന്യൂനപക്ഷ പദ്ധതികൾക്കായി 400 കോടി രൂപയുടെ ശുപാർശ നൽകിയിട്ടും തുക അനുവദിക്കാത്തതും കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഹജ്ജ് തീർത്ഥാടകർ നേരിടുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകളിൽ അടിയന്തര നടപടി സ്വീകരിക്കാമെന്ന് റിജിജു ഉറപ്പു നൽകിയെന്നും അബ്ദുറഹിമാൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.